ഓഗസ്റ്റ് 31, അതായത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി അഫ്ഗാനിസ്ഥാന്റെ കിഴക്കുഭാഗത്ത് ജലാലാബാദിന് സമീപം 6 മാഗ്നിറ്റ്യൂഡ് അടയാളപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായിരിക്കുന്നു. ഇതുവരെ 800-ലധികം മരണങ്ങൾ ഉണ്ടായെന്നാണ് കണക്കുകൾ. 2500-ലേറെ പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇന്ത്യൻ സമയം രാത്രി 11:47 ജലാലാബാദിന് 28 കിലോമീറ്റർ കിഴക്ക് മാറിയാണ് ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം. 8 കിലോമീറ്റർ ആഴത്തിൽ മാത്രം 6 മാഗ്നിറ്റ്യൂഡ് രേഖപ്പെടുത്തിയ ഭൂകമ്പം അഫ്ഗാനിസ്ഥാനെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു. ഇതോടെ നിന്നില്ല. ഇതിന് ശേഷവും 5.2 മാഗ്നിറ്റ്യൂഡ് വരെയുള്ള അനേകം ആഫ്റ്റർ ഷോക്കുകളും ഉണ്ടായിരിക്കുന്നു. അവയിൽ ചിലതൊക്കെ ഇന്ന് രാവിലെയും സംഭവിച്ചിരിക്കുന്നു. രാവിലെ ജലാലാബാദിനടുത്ത് 4.3 മുതൽ 5.2 വരെ രേഖപ്പെടുത്തിയ ഭൂചലനം. നോക്കാം അഫ്ഗാനിസ്ഥാനിലെ ഭൂചലനം അറിയേണ്ടതെല്ലാം. ഹിന്ദുക്കുഷ് പർവ്വതനിരയിലാണ് ഈ ഭൂകമ്പം സംഭവിച്ചിരിക്കുന്നത്. ടെക്ടോണിക് പ്ലേറ്റുകളുടെ കൂട്ടിയിടി മൂലം ഭൂകമ്പത്തിന് സജീവമായ പ്രദേശമാണ് ഹിന്ദുക്കുഷ്. ഭൂകമ്പം ബാധിച്ച കുനാർ പർവ്വത പ്രദേശങ്ങളിൽ ശക്തമായ മണ്ണിടിച്ചിലുണ്ടായി. വെള്ളപ്പൊക്കം വന്നു. പലയിടത്തും രക്ഷാപ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നു. തലസ്ഥാനമായ കാബൂളിൽ വരെ ശക്തമായ തുടർചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം രക്ഷാപ്രവർത്തനങ്ങൾക്ക് സാരമായ തടസ്സമുണ്ടാക്കിയിരിക്കുകയാണ്. തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മരണസംഖ്യ ഇനിയും കുത്തനെ കൂടാൻ സാധ്യതയുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഭൂകമ്പത്തെക്കുറിച്ച് അറിയേണ്ട ചില കാര്യങ്ങളിതാ. മരണസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. ഇന്ന് തിങ്കളാഴ്ച ഉച്ചയോടെ മരണസംഖ്യ 800 കടന്നിരിക്കുന്നു. ഇനിയും 100 കണക്കിന് പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് താലിബാൻ വക്താവ് സബീഹുല്ല മുജാഹിദ് പറയുന്നത്. ഭൂകമ്പം ബാധിച്ച പ്രദേശങ്ങളിലേക്കുള്ള പ്രവേശന മാർഗങ്ങളെല്ലാം നശിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾക്കടിയിൽ മൂടിക്കിടക്കുകയാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം ഈ പ്രദേശത്തെ ഭൂപ്രകൃതിയും ഒരു പ്രശ്നമായിട്ടുണ്ട്. ദുർഘടമായ കുത്തനെയുള്ളതായ ഭൂമിയാണ്. ഇത് ഗതാഗതം കൂടുതൽ ദുഷ്കരമാക്കിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിച്ചിട്ടില്ലത്രേ. അവിടെ എത്തിയാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു. അഫ്ഗാനിസ്ഥാന്റെ പർവ്വത പ്രദേശങ്ങളായ കിഴക്കൻ മേഖലയിലാണ് പ്രഭവ കേന്ദ്രം. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ നംഗർഹാർ, നൂറിസ്ഥാൻ, ലാഗ്മാൻ, കുനാർ എന്നീ 4 പ്രവിശ്യകളെയാണ് ഭൂകമ്പം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. അതിൽ തന്നെ കുനാർ പ്രവിശ്യയെയാണ് ഭൂകമ്പം പിടിച്ചുടച്ചു വാർത്ത് കളഞ്ഞത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ പറയുന്നത് പ്രകാരം അർദ്ധരാത്രിക്ക് തൊട്ടുമുമ്പ് നംഗർഹാർ പ്രവിശ്യയിലെ ജലാലാബാദിൽ നിന്ന് ഏകദേശം 27 കിലോമീറ്റർ വടക്ക് കിഴക്കായിട്ടാണ് ആദ്യത്തെ ഭൂകമ്പമുണ്ടായത്. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ ഭൂമി കുലുക്കങ്ങളുണ്ടായി. ദുരിതബാധിത പ്രദേശങ്ങളിൽ മൊബൈൽ കവറേജ് നഷ്ടപ്പെട്ടതുകൊണ്ട് മരണസംഖ്യ ഇനിയും നിശ്ചയിക്കാനായിട്ടില്ലെന്ന് അഫ്ഗാൻ പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് കാബൂളിൽ 100 മൈലിലധികം അകലെയുള്ള പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ, പഞ്ചാബ് പ്രവിശ്യകളിലും ഇതിൻ്റെ ഭാഗമായി ഭൂചലനം അനുഭവപ്പെട്ടിരിക്കുന്നു. ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്ത് ആഴം കുറഞ്ഞ സ്ഥലത്താണ് ഭൂകമ്പം സംഭവിച്ചിരിക്കുന്നത്. ഇതോടുകൂടി കൂടുതൽ വിനാശകരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു. ഇന്നും നിരവധി തുടർചലനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഈ മേഖലയിൽ കുറഞ്ഞത് 5 തുടർചലനങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 50 ലക്ഷത്തിലധികം ആളുകളെ ശക്തമായ ഭൂചലനം ബാധിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ. അധികം തയ്യാറെടുപ്പുകളില്ലാത്ത മോശം അവസ്ഥയിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾക്കെല്ലാം കാര്യമായ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കുനാറിലെ അസദാബാദിലെ പ്രാദേശിക ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അതിശക്തമായ പ്രതിസന്ധി എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികളെ വിലയിരുത്തുന്നത്. ജലാലാബാദിലെ ഒരു സൈനിക താവളത്തിൽ പരിക്കേറ്റവരെ ഹെലികോപ്റ്ററിൽ നിന്ന് സ്ട്രക്ചറുകളിലേക്ക് മാറ്റി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ റോയിട്ടേഴ്സ് പുറത്തുവിട്ടിട്ടുണ്ട്. കുനാറിലെ ആശുപത്രികളെ സഹായിക്കുന്നതിനായി ഡോക്ടർമാരെയും മെഡിക്കൽ സാധനങ്ങളെയും നിറച്ച നിരവധി ട്രക്കുകളെ വിന്യസിച്ചതായി അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. സർക്കാർ നടത്തുന്ന ബഖ്തർ എന്ന വാർത്താ ഏജൻസിയാണ് കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത് പുറം ലോകത്തെത്തിക്കുന്നത്. മണ്ണിടിച്ചിലിലും വെള്ളപ്പൊക്കത്തിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ
രക്ഷാപ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ പരമാവധി സഹായം നൽകണമെന്ന് താലിബാൻ ദുരന്ത നിവാരണ ഏജൻസികളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ദി ഗാർഡിയൻ റിപ്പോർട്ട് പ്രകാരം ദുരന്ത നിവാരണത്തിനായുള്ള സംസ്ഥാന മന്ത്രാലയത്തിൻ്റെ തലവൻ മുല്ല നൂറുദ്ദീൻ തുറാബിയും തിങ്കളാഴ്ച കുനാറിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കാൻ എത്തിയിട്ടുണ്ട്. കുനാർ മേഖലയിലെ ചെളിയും പാറയും കൊണ്ട് നിർമ്മിച്ച നിരവധി വീടുകൾ പൂർണ്ണമായും തകർന്നു. അതിജീവിച്ചവർ പറയുന്നത് എല്ലാ വീട്ടിലും മരണം നടന്നിട്ടുണ്ട് എന്നാണ്. പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള തിരക്കേറിയ വ്യാപാര കേന്ദ്രമാണ് ജലാലാബാദ്. ഇതിനടുത്താണ് പ്രഭവ കേന്ദ്രം. വല്ലാതെ ഉയരമില്ലാത്ത കോൺക്രീറ്റ് ഇഷ്ടിക കെട്ടിടങ്ങളാണ് കൂടുതൽ. ഇതെല്ലാം പാടെ നശിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പത്തിലെ ജീവഹാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയുടെ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പത്തിൽ ജീവൻ നഷ്ടപ്പെട്ടതിൽ അഗാധമായ ദുഃഖമുണ്ട്. ഈ ദുഷ്കരമായ സമയത്ത് ദുഃഖിതരായ കുടുംബങ്ങൾക്കൊപ്പം ഞങ്ങൾ നിൽക്കുന്നു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുരിതബാധിതർക്ക് സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും ആശ്വാസവും നൽകാൻ ഇന്ത്യ തയ്യാറാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയ എക്സിൽ എഴുതി. സജീവമായ, എപ്പോഴും എന്തും സംഭവിച്ചേക്കാവുന്ന ഭൂമിശാസ്ത്രപരമായ നിരവധി അപകടങ്ങൾക്ക് മുകളിലാണ് അഫ്ഗാനിസ്ഥാൻ നിലകൊള്ളുന്നത്. ഇടയ്ക്കിടെയുള്ള മാരകമായൊരു ഭീഷണിയാണ് അവിടെ ഭൂകമ്പം. പ്രത്യേകിച്ച് ജനസാന്ദ്രതയുള്ള പട്ടണങ്ങൾക്കും നഗരങ്ങൾക്കും വല്ലാത്ത ഭീഷണിയാണ്. 2023 ഒക്ടോബറിൽ ഹെറാത്ത് പ്രവിശ്യയിൽ ശക്തമായൊരു ഭൂകമ്പമുണ്ടായി. അന്ന് ഭൂകമ്പങ്ങളുടെ പരമ്പര തന്നെ ഉണ്ടായി. ഏകദേശം 1300 പേർ കൊല്ലപ്പെടുകയും 17,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അന്ന് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ സൂചിപ്പിച്ചിരുന്നു. 2022 തെക്കുകിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പമുണ്ടായിരുന്നു. അന്നും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. 1300 മരണങ്ങളാണ് അന്ന് ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ താലിബാൻ സർക്കാർ പറഞ്ഞത് 4000-ലധികം മരണങ്ങൾ അന്ന് തങ്ങൾ കണക്കാക്കിയിരുന്നുവെന്നാണ്. ഭൂകമ്പം അഫ്ഗാനിസ്ഥാൻ്റെ പ്രതിസന്ധികളെ ഒന്നിനു പിറകെ ഒന്നായി സങ്കീർണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് 2025 വർഷത്തിൽ ആവശ്യമായ രാജ്യത്തിൻ്റെ മാനുഷിക ആവശ്യങ്ങളിൽ 30% താഴെ മാത്രമേ നിറവേറ്റപ്പെടുന്നുള്ളൂ അത്രേ. 42 ദശലക്ഷം മനുഷ്യരിൽ പകുതിയിലധികം പേർക്കും സഹായം ആവശ്യമാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതേസമയം താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തേക്കുള്ള അന്താരാഷ്ട്ര സഹായം ക്രമാനുഗതമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കീഴിൽ കഴിഞ്ഞ വർഷം അഫ്ഗാനിസ്ഥാന് 45% സഹായം നൽകിയിരുന്ന അമേരിക്ക ഏതാണ്ട് എല്ലാ സംഭാവനകളും നിർത്തിവെച്ചിട്ടുണ്ട്. ഇത് നൂറുകണക്കിന് ആശുപത്രികളെയും ആരോഗ്യ കേന്ദ്രങ്ങളെയും അടച്ചുപൂട്ടുന്നതിലേക്കാണ് നയിച്ചത്. ഇതൊരു പ്രതിസന്ധിയാണ്. ബ്രിട്ടനും ഫ്രാൻസും സ്വീഡനും ഇങ്ങനെ അനേകം രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണ വെട്ടിക്കുറച്ചിട്ടുണ്ട്. അതേസമയം അഫ്ഗാനിസ്ഥാൻ്റെ ആവട്ടെ ജനസംഖ്യ വർദ്ധിച്ചു വരികയാണ്. ഇങ്ങനെ ഒരു ഭാഗത്ത് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ, വിദ്വേഷം, രാഷ്ട്രീയ സമ്മർദ്ദം, ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നും 2 ദശലക്ഷത്തിലധികം പൗരന്മാർ നിർബന്ധിതരായി രാജ്യത്തേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ മടങ്ങിയെത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സാഹചര്യമായിരുന്നു. ഇത്തരം രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലാണ് പ്രകൃതി ദുരന്തങ്ങൾ അഫ്ഗാനിസ്ഥാനെ വേട്ടയാടുന്നത്. പുനർനിർമ്മിക്കാൻ ബാക്കിയില്ലാത്ത വിധം ജലാലാബാദും കുനാർ പ്രവിശ്യയും സമീപ പ്രദേശങ്ങളും ഭൂചലനത്തിൽ തകർന്നിരിക്കുന്നു. മനുഷ്യർ നശിച്ചിരിക്കുന്നു. സ്ഥിതിഗതികൾ രൂക്ഷമാണെന്നിരിക്കെ ഇനിയും മരണസംഖ്യ കൂടുക തന്നെയാണ്. അത് 1000 കടക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഔദ്യോഗിക കണക്കുകൾ തന്നെ 1000 കടക്കുമ്പോൾ യഥാർത്ഥ നാശനഷ്ടങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല.